ആസിഫ് അലിയും അനശ്വരയുടെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണ്? കൊള്ളാം, രസമുണ്ടായിരുന്നു, നല്ല പടമായിരുന്നു. മമ്മൂട്ടിയുടെ 1-2 പടങ്ങളായിട്ട് പഴയ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അതൊക്കെ എങ്ങനെയാണ്? കണക്ട് ആയോ? കണക്ട് ആയി നല്ല പടം. ഏയിലും മമ്മൂട്ടിയെ കാണിക്കുമല്ലോ, എങ്ങനെയുണ്ട്? നന്നായിട്ട് വന്നിട്ടുണ്ടോ? നന്നായിട്ട് വന്നിട്ടുണ്ട്. മമ്മൂട്ടി അതിൽ കാണിക്കുമല്ലോ പഴയകാല മമ്മൂട്ടിയായിട്ടൊക്കെ, അത് എങ്ങനെയുണ്ട്? എന്റെ പൊന്നേട്ടാ, എന്നെ കൊള്ളാം, നല്ല പടം. പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ആസിഫ് അലി, അനശ്വര, എല്ലാവരും നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. മമ്മൂട്ടിയുടെ പഴയ പടത്തിന്റെ റെഫറൻസും കാര്യമൊക്കെ കാണിക്കുമല്ലോ, റെഫറൻസ് ഒക്കെ കൊള്ളാം, കണക്ട് ആയി. അത് ബേസ് ചെയ്തല്ലേ സിനിമ പോണത്. മമ്മൂട്ടിയെ കാണിക്കുമല്ലോ, അതൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ആണെന്ന് തോന്നുന്നില്ല. എന്താ ഇഷ്ടമായി പടത്തിൽ? പഴയ കാലഘട്ടം മുതൽ കാണിക്കുമല്ലോ, എങ്ങനെയുണ്ട് അത്? എന്താ പറയാനുള്ള പടത്തെ കുറിച്ച് പറയാനുള്ള എന്താ? എങ്ങനെയുണ്ട് ആസിഫ് അലി, അനശ്വര ഇവരുടെ സൂപ്പറായിരുന്നു. പഴയ പടത്തിന്റെ കണക്ഷനും കാര്യമൊക്കെ എങ്ങനെയുണ്ട് ഇതില്? നല്ല VFX വർക്കൊക്കെ സൂപ്പറായിരുന്നു. ഫീച്ചർ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എന്താ പറയാനുള്ള കൂടുതലായിട്ട് പടത്തെ കുറിച്ച്? പഴയ കാലഘട്ടങ്ങൾ ഒരു സെറ്റ് കാര്യങ്ങൾ എല്ലാം സൂപ്പറായിരുന്നു. നല്ലൊരു പടമായിരുന്നു. വളരെ നല്ലതായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പടമായിരുന്നു. ഒരു നല്ലൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ പഴയ മൂവിയായിട്ട് കണക്ട് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഓരോ സൂപ്പർ നൈസായിരുന്നു. അപ്പോൾ വേറെ പല സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നല്ലൊരു രീതി ഉണ്ടായിരുന്നു. ശങ്കർ പണ്ണിയനെ കാര്യം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫീൽ ഗുഡ് സൂപ്പർ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ, അതേപോലെ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് പടം. നല്ലൊരു എൻഡിങ്ങുമാണ്. കൊള്ളാം, നൈസായിരുന്നു. ആസിഫ് അലി പുള്ളിക്കാരൻ പീക്ക് ലെവലാണ്. എല്ലാവരും നൈസായിരുന്നു. എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയായിരുന്നു. പക്ഷേ എന്നാലും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ നല്ല മൂവി. ഭയങ്കര ഇഷ്ടമായിരുന്നു പടത്തില്. മമ്മൂട്ടി റെഫറൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 2-3 പടങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഫീച്ചർ എങ്ങനെയുണ്ട്? മമ്മൂട്ടി ഫീച്ചർ പഴയ ഒരു മമ്മൂട്ടിയൊക്കെ കാണിക്കുന്ന ഇത് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് നല്ലതാണ്. നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ലതാ. മമ്മൂട്ടി ചേട്ടനെ എങ്ങനെയുണ്ട്? അതൊക്കെ നല്ല രസാ. സൂപ്പർ. അനശ്വര എങ്ങനെയുണ്ടായിരുന്നു? അനശ്വരയുടെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. കൊള്ളായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആസിഫ് അലി, അനശ്വര, മനോജ് കെ ജയൻ ഇവരുടെ ഒക്കെ കൊള്ളാം, നല്ല പെർഫോമൻസ് ആയിരുന്നു. റെഫറൻസ് ഒക്കെ എങ്ങനെയുണ്ട് മമ്മൂട്ടി പടത്തിന്റെ പഴയ? അതൊക്കെ കൊള്ളായിരുന്നു. പഴയ സിനിമകളൊക്കെ ഓർമ്മ വന്നു, അത്ര. ഒരു ഫീച്ചറിൽ മമ്മൂട്ടി കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കാണുമ്പോഴേ മനസ്സിലാവും. അതെ, ഞാൻ കണ്ടു. അത് എങ്ങനെയുണ്ട്? നന്നായിട്ട് വന്നിട്ടുണ്ടോ? കണ്ടിറങ്ങി? കുഴപ്പമില്ല. ഭരതനെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. എങ്ങനെയുണ്ട്? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. ആസിഫ് അലി, അനശ്വര രണ്ടുപേരും നല്ലതായിരുന്നു. ആസിഫ് അലി ഇപ്പോൾ കുറേ നല്ല പടങ്ങളുടെ ഭാഗമായിട്ട്. അതെ, ലാസ്റ്റ് കിഷ്കിണ്ടാണ്ടോ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇത് നല്ല 2 അടിപൊളി പടമാണ്. സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് പുള്ളിയുടെ? ആസിഫ് അലിയുടെ ഇപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയാണ്. 2 പടങ്ങളും അടിപൊളിയായിരുന്നല്ലോ. അപ്പം നല്ല പടം. അനശ്വര എങ്ങനെയുണ്ടായിരുന്നു? അനശ്വര കൊള്ളാം. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ലതായിട്ട് വരുന്നുണ്ട്. നല്ല ഫിലിമായിരുന്നു. ചിത്രമായിരുന്നു. അതെ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പറായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? നന്നായിരുന്നു. അനശ്വര, ആസിഫ് അലി, മനോജ് കെ ജയൻ ഒരുപാട് എല്ലാവരും നന്നായിട്ടുണ്ട്. എങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയ ഒരു സിനിമയാണ്. അതെ, നല്ല സ്റ്റോറിയായിരുന്നു. സിനിമ അടിപൊളിയാണ്. നല്ല സിനിമയാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? അടിപൊളിയായിരുന്നു. ആസിഫ് അലിയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. നല്ല പടമാണ്. നല്ല ഒരു ഫീൽ ഗുഡ് പടമാണ്. ഒരു കുറ്റാന്വേഷണ പടം സൂപ്പറായിട്ട്. ഇപ്പോൾ ആസിഫ് അലി ഇപ്പോൾ 2024 ഒരുപാട് മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി. ഇപ്പോൾ 2025 തുടക്കവും ഇപ്പം അങ്ങനെ തന്നെയാണ്. ഇപ്പം സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് എന്താ? ഇപ്പോൾ ഒരു പോലീസ് റോളുകളിൽ ഇപ്പം ആസിഫ് അലി നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിലും അതേപോലെ തന്നെയാണ്. ഞാൻ ഇപ്പം അടുപ്പിച്ച് കാണുന്നതിൽ ആസിഫ് അലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസ് വേഷങ്ങൾ ചെയ്യുന്നത്. അത് നല്ല രീതിയാണ്. അനശ്വരയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അനശ്വര നല്ല പടം ഒരു രക്ഷയില്ല. സൂപ്പർ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ക്ലൈമാക്സ് നമ്മൾ അറിയുമ്പോൾ ആ സീൻ അടിപൊളിയാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അനശ്വര ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. മനോജ് കെ ജയനൊക്കെ മനോജ് കെ ജയൻ്റെ അഭിനയം വേറെ ലെവല്.